തൃശ്ശൂരിലെ ശാന്തി കവാടത്തെ പറ്റി രണ്ടു വാക്ക് പറയാം. ഹിന്ദു മതവിശ്വാസികൾക്കായുള്ള ഒരു ആധുനിക ശ്മശാനവും സംസ്കാര കേന്ദ്രവുമാണ്. പാറമക്കാവ് ദേശത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പൊതുസേവന കേന്ദ്രവുമാണ് ശാന്തി കവാടം. ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഹിന്ദു ആചാരപ്രകാരമുള്ള മൃതദേഹ സംസ്കാരത്തിനുള്ള സൗകര്യവും പരമ്പരാഗത ചിതയും, ചില സാഹചര്യങ്ങളിൽ ആധുനിക ഗ്യാസ് ഇലക്ട്രിക് ദഹന സൗകര്യവും ഇവിടെയുണ്ട്. മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ഹാളുകളും ഉണ്ട്. അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ള പ്രത്യേക സ്ഥലവും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ശുചിത്വത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന സംവിധാനവും ഇവിടെയുണ്ട്. മരണാന്തര ചടങ്ങുകൾക്ക് ബന്ധുക്കൾക്ക് ആവശ്യമായ സഹായവും മാർഗനിർദ്ദേശവും ഈ കേന്ദ്രം നൽകി വരാറുണ്ട്. കൂടാതെ മരണാന്തര ചടങ്ങുകൾ അന്തസ്സോടെയും ശുചിത്വത്തോടെയും സൗകര്യപ്രദമായി നടത്താൻ കുടുംബാംഗങ്ങളെ ഇവർ സഹായിക്കുന്നുമുണ്ട്. എന്താണ് ശാന്തി കവാടം? ശാന്തി കവാടം എന്ന പേരിന്റെ അർത്ഥം തന്നെ ശാന്തിയിലേക്കുള്ള കവാടം എന്നാണ്. മരണാന്തര ചടങ്ങുകൾ മാന്യമായും ശുചിത്വത്തോടെയും നടത്താൻ കുടുംബങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന കേന്ദ്രമാണ് ഇത്. ഇവിടെ പ്രധാന സൗകര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മൃതദേഹം എത്തിക്കാനുള്ള വാഹനങ്ങൾക്ക് പ്രവേശനത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ഹാളുമുണ്ട്. ബന്ധുക്കൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഹിന്ദു ആചാരപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ നടത്താനുള്ള സ്ഥലങ്ങളുമുണ്ട്. ദഹനത്തിനുള്ള സൗകര്യം ലഭ്യമായ സംവിധാനമനുസരിച്ച് ചിതയോ ആധുനിക ദഹന സംവിധാനങ്ങളും കൂടാതെ ശുദ്ധജലവും ശുചിമുറികളും ചാരം ശേഖരിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. മൃതദേഹം എത്തിച്ചാൽ സാധാരണ നടക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്യണം. മരണ സർട്ടിഫിക്കറ്റോ ആശുപത്രി രേഖകളോ ഹാജരാക്കണം. കൂടാതെ സംസ്കാര സമയം നിശ്ചയിക്കലുമുണ്ട്. ബന്ധുക്കൾക്ക് ആചാരങ്ങൾ നിർവഹിക്കൽ, പിന്നെ ദയിപ്പിക്കൽ, പിന്നീട് അസ്ഥിയുടെ ചാരം ബന്ധുക്കൾക്ക് കൈമാറലുമുണ്ട്. ആവശ്യമായ രേഖകൾ ആശുപത്രി നൽകിയ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിയമപരമായ മരണരേഖ, സ്വാഭാവികമല്ലാത്ത മരണമാണെങ്കിൽ പോലീസ് നിയമാനുസൃത രേഖകൾ, തിരിച്ചറിയൽ വിവരങ്ങൾ ആവശ്യമായി വന്നേക്കാം. എന്ത് ചെലവ് വരും എന്ന് നോക്കാം. ചെലവ് കാലത്തിനനുസരിച്ച് മാറിയേക്കാം. സാധാരണയായി ഉൾപ്പെടുന്ന ദഹന ഫീസ്, വിറക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവുകളും, ഹാൾ ഉപയോഗ ഫീസും ഉണ്ടെങ്കിൽ അതിൻ്റെ മറ്റ് ചിലവുകളും നിരക്കുകളും സേവനങ്ങളും വരും. സംസ്കാരത്തിന് ശേഷവും ചാരം ശേഖരിച്ച് ബന്ധുക്കൾക്ക് നൽകപ്പെടുന്നു. പല കുടുംബങ്ങളും പിന്നീട് നദിയിലോ കടലിലോ വിശുദ്ധ സ്ഥലങ്ങളിലോ അസ്ഥി നിമജ്ജനം നടത്തുന്നു. തുടർന്ന് 16-ാം ദിവസമോ വാർഷിക ബലിയോ പോലെയുള്ള കുടുംബ ആചാരങ്ങൾ നടത്താറുമുണ്ട്. ഇവിടെ പരിസ്ഥിതി സംരക്ഷണത്തിന് ആധുനിക ദഹന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പുക കുറയ്ക്കാനുള്ള സംവിധാനങ്ങളും ശുചിത്വം പാലിക്കൽ, മാലിന്യ നിയന്ത്രണം, ചുറ്റുപാടിന്റെ സംരക്ഷണവും ഇവർ നൽകുന്നു. പ്രധാനമായി ഹിന്ദു ആചാരപ്രകാരമുള്ള സംസ്കാരത്തിനെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദേവസ്വം ഭരണസമിതി നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനകൾ ബാധകമായി വന്നിരിക്കാം. ആത്മീയ പ്രാധാന്യം. ഹിന്ദു വിശ്വാസപ്രകാരം ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നതിനുള്ള അവസാന കർമ്മമാണ് ദഹനം. അതിനാൽ ഈ സ്ഥലം വെറും ശ്മശാനമല്ല, ജീവിതത്തിന്റെ അനിവാര്യ സത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആത്മീയ ഇടം കൂടിയാണ് പാറമക്കാവ് ശാന്തി കവാടം. മൃതദേഹം എത്തുന്നതിന് മുമ്പ് സമയം ബുക്ക് ചെയ്യപ്പെടുന്നു. ആവശ്യമായ രേഖകൾ പരിശോധിക്കപ്പെടുന്നു. ബന്ധുക്കൾക്ക് അന്ത്യ ദർശനത്തിന് സമയം നൽകപ്പെടുന്നു. പൂജാരിയുടെ നേതൃത്വത്തിലോ കുടുംബത്തിന്റെ ആചാരപ്രകാരമോ ചടങ്ങുകൾ ഇവിടെ നടത്തി കൊടുക്കപ്പെടുന്നു. ദഹനത്തിന് ശേഷം അസ്ഥി ചാരം ബന്ധുക്കൾക്ക് കൈമാറുന്നു. പാറമക്കാവ് ശാന്തി കവാടത്തിന്റെ പൂർണ്ണ ചരിത്രം നിങ്ങൾക്കറിയണ്ടേ? എപ്പോൾ ആരംഭിച്ചു, ആരുടെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായതെന്ന് പറയാം. പാറമക്കാവ് ശാന്തി കവാടത്തിന്റെ ചരിത്രം. പാറമക്കാവ് ദേവസ്വം തൃശ്ശൂരിലെ പ്രധാന ദേവസ്വങ്ങളിൽ ഒന്നാണല്ലോ. ക്ഷേത്ര നിർവഹണത്തോടെ സാമൂഹിക സേവനങ്ങളും പ്രവർത്തനങ്ങളും ദേവസ്വം ഏറ്റെടുത്ത് നടത്താറുണ്ട്. അതിന്റെ ഭാഗമാണ് ശാന്തി കവാടം സ്ഥാപിച്ചത്. മുൻകാലങ്ങളിൽ മൃതദേഹ സംസ്കാരം കൂടുതൽ തുറസായ ശ്മശാനങ്ങളിലായിരുന്നു. വൽക്കരണം, സ്ഥലപരിമിതി, പരിസ്ഥിതി സംരക്ഷണം, ശുചിത്വം എന്നിവ പ്രധാന വിഷയങ്ങളായതോടെ ആധുനിക രീതിയിലുള്ള സംസ്കാര കേന്ദ്രങ്ങളുടെ ആവശ്യകത ഉയർന്നു. അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ശാന്തി കവാടം രൂപം കൊണ്ടത്. ഹിന്ദു ദർശനത്തിൽ മരണം ഒരു അവസാനമല്ല, മറിച്ച് ആത്മാവിന്റെ മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. അതുകൊണ്ടാണ് ശ്മശാനത്തെ ഭയത്തിന്റെ സ്ഥലമായി മാത്രം കാണാതെ ജീവിതം അനിശ്ചയമാണെന്നും ധർമ്മത്തോടെ ജീവിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്ന ഇടമായി കണക്കാക്കുന്നത്. പലരും ശ്മശാനത്തിൽ നിന്ന് മടങ്ങുമ്പോൾ പറയുന്ന ഒരു ചിന്തയുണ്ട്, വാക്കുണ്ട്: ഒടുവിൽ എല്ലാവരുടെയും ലക്ഷ്യം ഒരേ സ്ഥലമാണ്, അതിനിടയിലെ ജീവിതമാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നതെന്ന്. ശരിയാണോ?